ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് അരിപ്പൊടിയും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. നമുക്കിതിലേക്ക് ക്രീമോ ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ? ആദ്യം തന്നെ ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തിരിൻ്റെ പൊടിയാണ് കേട്ടോ. തരിയില്ലാത്ത നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് വേണ്ടത്. ഇതിലേക്ക് ഫുൾ ഫാറ്റ് മിൽക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു 2 കപ്പ് പാല് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഞാൻ തിളപ്പിക്കാത്ത പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം നമ്മൾ പാല് കുറച്ച് ഒഴിച്ചിട്ട് അരിപ്പൊടി നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കണം. കട്ടയില്ലാണ്ട് ആദ്യം നമുക്കൊന്ന് കിട്ടണം കേട്ടോ. നമ്മൾ മൊത്തത്തിൽ പാലൊഴിച്ചിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തരിയില്ലാണ്ട് നമുക്ക് കലക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് മിക്സിയിലിട്ട് അടിക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 1 കപ്പ് പാല് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചിട്ട് നമ്മളൊന്ന് കലക്കിയെടുത്തതിന് ശേഷം അടുത്ത കപ്പ് പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് പാലിൽ നിന്ന് അളക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 500 ml പാലെടുത്താൽ മതി കേട്ടോ. 1/2 ലിറ്റർ പാലെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓണാക്കിയിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇനി നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ അടുത്ത് ഇത് അടുപ്പിൽ വെച്ചിട്ട് വേറെ പണിക്കൊന്നും പോകരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റും ആ ഒരു ഇതൊന്നും നമുക്ക് കിട്ടൂല കേട്ടോ. കളറൊക്കെ ആകെ മാറിപ്പോവും. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പാല് ചൂടായി വരുന്നതിനനുസരിച്ചിട്ട് നമ്മളിത് ഇങ്ങനെ കട്ടിയായിക്കൊണ്ടിരിക്കും കേട്ടോ. കുറുകി വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ പാല് ഒരു അരിപ്പൊടിയിൽ കിടന്ന് വെന്താൽ അരിപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു ക്രീമി ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു ക്രീമിന് കിട്ടുക. അപ്പോൾ ഏകദേശം കട്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തീ ഒരിക്കലും നിങ്ങൾ കൂട്ടി വെക്കരുത് കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് തന്നെ നല്ല പോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് കുറുകി കഴിഞ്ഞാലും തീ ഓഫ് ചെയ്യരുത്. കുറച്ചും കൂടെ നമുക്ക് നല്ല പോലെ തന്നെ കട്ടിയായിട്ട് കിട്ടണം. എന്നാലേ നമ്മൾ ക്രീമൊക്കെ അടിച്ചെടുക്കുന്ന സമയത്ത് ലൂസായി പോകാണ്ടിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ സമയം നമ്മൾ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം കട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വിശദമായിട്ടൊന്ന് കാണിച്ചതാണ്. ഞാൻ വളരെ സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലർ വിചാരിക്കും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ ക്രീം ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നിങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയുടെ ആ ഒരു പച്ചച്ചൊവയൊന്നും ശരിക്കും മാറി കിട്ടൂല കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ വേവിച്ചിട്ട് നമ്മൾ കട്ടിയാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ആ ഒരു പാലിൻ്റെ നല്ലൊരു എന്തൊരു സ്മെല്ലാണ്, അരിപ്പൊടിയും പാലും കൂടെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളിനി തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാന് ചൂടാറുന്ന വരെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാനിൻ്റെ ആ ഒരു ചൂട് കാരണം അടിഭാഗത്ത് ആ ഒരു മാവ് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യോ ഡാൽഡയോ എടുക്കാം കേട്ടോ. ഓയിൽ എടുക്കരുത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കുറേശ്ശെ ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഇത് ബീറ്റർ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ കൈ കൊണ്ട് തന്നെ നമുക്കിത് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ബീറ്ററുള്ളതുകൊണ്ട് കാരണം തന്നെ കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു എന്നുള്ളൂ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നിച്ചിടരുത് കേട്ടോ. ഒന്നിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചൂടോട് കൂടി ഒരിക്കലും ഇത് ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. നല്ല പോലെ തണുപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ക്രീം ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കേക്കിനോ പുഡിങ്ങിനോ എന്തിനും യൂസ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ക്രീമാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. വാനില ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ വീണ്ടും നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ക്രീം ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടും. നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ കയ്യിലുള്ള ഏത് ബിസ്ക്കറ്റ് വെച്ചിട്ടും നമുക്ക് ചെയ്യാം. എൻ്റെ കയ്യിലുള്ളപ്പോൾ ഒരു ക്രീം ബിസ്ക്കറ്റാണ് ചോക്ലേറ്റിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ക്രീമില്ലാത്ത ബിസ്ക്കറ്റ് ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ.
ഇത് നമുക്ക് പാക്കൊന്ന് പൊട്ടിക്കാണ്ട് തന്നെ ചപ്പാത്തി റോളർ വെച്ചിട്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഒരു ഏകദേശം നമുക്ക് നല്ല പോലെ തന്നെ പൊടിയായിട്ട് കിട്ടും. ഇനി നിങ്ങൾ ഏത് പാത്രത്തിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ബിസ്ക്കറ്റ് പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബിസ്ക്കറ്റ് കുറച്ച് തരിതരിയായിട്ട് തന്നെ ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 4 പാക്കറ്റ് ബിസ്ക്കറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് നല്ല കട്ടിയുള്ള ലെയർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി ഇതിന് മുകളിൽ കുറച്ച് പാലൊന്ന് ഒഴിക്കുന്നുണ്ട്. പാലൊഴിച്ചിട്ട് നമ്മളിതൊന്ന് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ക്രീം ഇട്ടിട്ട് നല്ല പോലെ സ്മൂത്തായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പാത്രങ്ങളിലാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യുക. അതുപോലെ ഇതിൻ്റെ കൂടെ കാരമലൈസ് ചെയ്തിട്ടുള്ള നട്ട്സൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ടേസ്റ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇതിന് മുകളിൽ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് വേണമെങ്കിൽ പൊടിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പീസുകൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗാർണിഷിങ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളായിട്ട് നിങ്ങൾക്ക് മുറിച്ചെടുക്കാൻ പറ്റും. ഞാൻ സമയമില്ലാത്ത കാരണം തന്നെ ഒന്നങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് സമയം വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.